വെക്കേഷൻ തീർന്ന കാര്യം ഓർക്കാതെ മൂടി പൊത്തി കിടന്ന് ഓർക്കണ്ടോ? ഈ വർഷത്തെ ആദ്യത്തെ വിളിയല്ലേ, പതുക്കെ വിളിച്ചിട്ട് കാര്യമില്ല, ഉറക്കം വിളിക്കാം കോറസ് ആയിട്ട്. ഈശ്വര, കോളേജ് തുറന്നതേ ഉള്ളൂ, തുടങ്ങി ഓമാർ അടിച്ചുപൊളി. ജിത്തു, നീ ഇതെന്താ പെണ്ണ് കാണാനുള്ള പുറപ്പാടാ? ഇതുവരെ ഒരുങ്ങിയില്ലേ? മോനെ, അമ്മ പറഞ്ഞതൊക്കെ നല്ല ഓർമ്മ വേണം. കഴിഞ്ഞ കൊല്ലത്തെ പോലെ വെറുതെ ഉഴപ്പി പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നത്. അവൻ എങ്ങനെ ഉഴപ്പിയാലെന്താടി? പഠിപ്പിലോട്ട് മോശമല്ലല്ലോ. പിന്നെ കോളേജും പഠിപ്പും ഒക്കെ ആവുമ്പോ കുരുത്തക്കേടൊക്കെ അതിന്റെ കൂടെ പുറപ്പാ. എനിക്കത് ഇത്തിരി കൂടിപ്പോയെന്നേ ഉള്ളൂ. അമ്മ വിഷമിക്കണ്ട. ഇക്കൊല്ലം കുരുത്തക്കേടിന്റെ അളവ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അമ്മയുടെ ജിത്തു ഇപ്പൊ ഒരു ഫൈനൽ എം എ സ്റ്റുഡന്റ് അല്ലേ? ഓക്കെ ഡാഡ്. ഒരു ജീപ്പിൽ കണ്ടേനെ, വെറുതെ എന്തിനാണ് കീറി പൊളിക്കുന്നത്? അമ്മയ്ക്കൊരു സോപ്പ് കൊടുത്തതല്ലേ? അപ്പൊ അമ്മയെങ്കിലും കുളിക്കല്ലേ? ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമാ. വളിച്ച തമാശകൾ പാടില്ല കേട്ടോ. നമുക്ക് പോവാം. അവനവിടെ പോയി. അത് ശരി, ഇവൻ ഈ പണി ഇതുവരെ നിർത്തിയില്ല അല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പഴഞ്ചൊല്ല്? ഓഹോ, അങ്ങനെ ഒരു ചൊല്ലുണ്ടോ? ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയോട് ഇത്ര അടുത്ത് പെരുമാറുന്നതും സംസാരിക്കുന്നതൊക്കെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ, പ്രഥമ ദർശന അനുരാഗം. സത്യം പറഞ്ഞ എനിക്ക് കുട്ടിയോട് തോന്നിയത് അതാ. വണ്ടിയിലിരുന്നപ്പോ കുട്ടി എന്നെ തന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ടാ ഒരു മിസൈൽ പോലെ പറന്നെത്തിയത്. ഞാനിത്രയൊക്കെ പറഞ്ഞിട്ടും കുട്ടിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നതിനേക്കാൾ എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, അദ്ദേഹം പറയുന്നല്ലേ നല്ലത്. അതെ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരിബഡി. ഹൗ ആർ യു? ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. ശരിക്കും ചെത്താൻ കണക്കാക്കിയാണല്ലോ പുറപ്പാട്. എക്സ്ക്യൂസ് മീ സർ, ഫസ്റ്റ് ഡിഗ്രി ക്ലാസ്സുകൾ എപ്പോഴാ തുടങ്ങുന്നത്? മനസ്സിലായി, ജൂലൈ 5. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓക്കെ. പ്രിയ സഹപാഠികളെ, പാടികളെ, ഈ കലാലയത്തിന്റെ രോമാഞ്ചങ്ങളെ, മാഞ്ചങ്ങളെ, കാതലന്മാരെ, കാലനികളെ, നവാഗതർക്ക് സ്വാഗതമരുളുന്ന ഈ വേളയിൽ ഒരു ദുഃഖസത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്നലെ വരെ നമ്മോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നിരുന്ന നമ്മുടെ ഒരു പ്രിയ സ്നേഹിതൻ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ജനറൽ ആശുപത്രിയിലെ ജനശൂന്യമായ ജനറൽ വാർഡിലെ 16 നമ്പർ ബെഡിൽ വിശ്രമിക്കുകയാണ്. അല്ലല്ല, കിടക്കുകയാണ്. നിന്റെ വാപ്പ കുഞ്ഞിപ്പോക്കറി ഇത്തിരി സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് 2 പെഗടിക്കാനുള്ള 4 കാശുമാക്കാൻ നോക്കണ കോക്കാനെ. പ്രിയ സഹോദരങ്ങളെ, ആശുപത്രി കിടക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രിയ സഹോദരന്റെ വിലപ്പെട്ട ജീവൻ നമ്മളൊക്കെ കൂടി രക്ഷിച്ചല്ലേ പറ്റൂ. ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയി. നല്ല പോളിംഗ് ആണല്ലോ. പോളിങ്ങിനെ പറ്റി സംസാരിക്കാൻ അല്ല, ശേഷിയില്ലാത്ത സുപ്രു. ശേഷി കൂട്ട 50 രൂപ വരോ? അത് വേണ്ട. ലോക ബാങ്കിനോട് കുറെ കാശ് കടം ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടും. എന്താ അത്യാവശ്യം കുറെ ഞങ്ങൾ തിരക്കാൻ നിൽക്കില്ല, കാശിട്ട് പോടാ. ചില്ലറ ഇല്ലല്ലോ ചേട്ടാ. ചില്ലറ വാങ്ങാൻ ഞങ്ങൾ എന്താ തെണ്ടി കാണോടാ? തെണ്ടി, കാശിട്ട് പോടാ. നോട്ടാണേലും ഈ ഓട്ടയിലൂടെ അങ്ങ് വീണോളും. ഇട്ടിട്ട് പോടാ. 50 ആണോ അതോ 100 ആണോ? ഇനിയിപ്പൊ ഗാന്ധിത്തലയാണെങ്കിലും ഞങ്ങൾ മാറ്റിത്തരാം. എന്നാ ചേട്ടൻ ചെല്ലേ. പോ. അല്ല ചേട്ടാ, ബാക്കി കാശ്. ബാക്കി കാശ് ആരുടെ ബാക്കി കാശ്? ബാക്കിലും ഇല്ല, ഫ്രണ്ടിലും ഇല്ല കാശ്. പോടാ. ട്രാൻസ്പോർട്ട് ബസ്സിലോട്ട് ട്രിപ്പ് പോയെന്ന് പോടാ. കാശ് വീട്ടിലിരുന്നാലും ഭിക്ഷക്കാരുടെ ശല്യം, കോളേജിൽ വന്നാലും ഭിക്ഷക്കാരുടെ ശല്യം. എന്താ പറഞ്ഞേ? പറഞ്ഞപ്പോഴെന്താ കാത് പൊത്തിയിരുന്നോ? മനുഷ്യല്ലേ അതിന് കളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു വാലിന്റെ കുറവല്ലേ. എല്ലാരും അതെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയുന്നത് പാവം ശോഭനയാ. അതിനവൾ ഐ ലവ് യു നല്ലല്ലോ പറഞ്ഞത്. ആരും കണ്ടില്ല കേട്ടില്ല. വായില്ലാത്ത വെട്ടുകത്തിയാണ് അവളുടെ നാവെന്ന് നിനക്ക് പണ്ടേ അറിഞ്ഞൂടെ? അവ കൊള്ളനെ വെച്ചിട്ടുണ്ട്. മൂക്കോണ്ട് ദീക്ഷ വരപ്പിക്കും അവള് തന്നെ. നിന്റെ ഈ ടെൻഷൻ മാറാൻ നമുക്ക് ഒരു സ്മോൾ അടിച്ചു പിരിയാം. 100 ഒരു പച്ച കിടപ്പില്ലേ പോക്കറ്റിൽ, അതിങ്ങെടുക്ക്. അയ്യോ, പൈസ ഇവിടെ പോയി. പൈസ ഇവിടെ നീ എത്തോടാ? ഞാനോ? അനാവശ്യം പറയരുത്. കാശടിച്ച് മാറ്റിയിട്ട് എനിക്കിട്ട് പണിയുന്ന സത്യം. ഇട തെണ്ട മാത്രം പഠിച്ചാ പോരാ, തൊണ്ടി സൂക്ഷിക്കാനും പഠിക്കണം.
ആ ഇനി തെരഞ്ഞു ബുദ്ധിമുട്ടണ്ട. കാശോടെ പോയെന്ന് എനിക്കറിയാം. എവിടെ? സുപ്രു എങ്ങോട്ടാ പോയത്? കണ്ണും മുക്കില്ലാതെ വാണം വിട്ടാലോ എങ്ങോട്ടാടാ? പിന്നെ നമ്മുടെ സുബൈറും ശോഭനും ചിത്തും കൂടി കയറ്റി കിടന്ന് ഭയങ്കര പൂട്ടി. കാര്യം എന്താ? കാര്യം നിസ്സാരാ, 100 രൂപയുടെ പ്രശ്നം. സീരിയസ് ആണോടാ? ആ ഇപ്പൊ സീരിയസാ. എങ്കി വാടാ. അയ്യോ അയ്യോ ഞാനില്ല, ഞാൻ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വെച്ച ആളെ പ്രശ്നവും. എന്ത് പ്രശ്നം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എടാ കളി എന്റെ അടുത്ത് വേണ്ട. എന്തോ തലയുടെ ഒപ്പിച്ചുണ്ടല്ലോ എന്റെ വരവ്. വാടാ. ആഹാ, പ്രശ്നക്കാരനായ 100 രൂപ ഇവനാണല്ലേ കള്ളൻ. കാശിങ്ങടാ. ഇതൊരു അത്യാവശ്യമാണ്. ഒന്ന് വേഗം മാറാ. എടാ ഇത് ആ പൊടി സ്വാമി. അതൊക്കെ നിങ്ങൾ എന്ത് പണ്ടത്തര കാണിച്ചത്? എന്താടാ? സിബിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. ജിത്തു എങ്ങനെ അറിഞ്ഞാൽ അറിഞ്ഞാലെന്താ? അവനെന്നെ കൊല്ലും. ഞൊട്ടും നീ പേടിക്കണ്ടാ, ഞങ്ങളൊക്കെ അല്ലേ നിന്റെ കൂടെ. ഹലോ, ഹൗ ആർ യു മാഡം? വെരി ഫൈൻ ഇടവും. വണ്ടിയിൽ ഒരാൾ കൂടി കയറാനുള്ള സ്ഥലമുണ്ട്, പോരുന്നോ? എന്റെ കാലിൽ അടി തരാൻ പറ്റിയ ചെരുപ്പുണ്ട്, കൊള്ളുന്നോ? സ്മാർട്ട്നെസ് കൊള്ളാം, ഓവർ സ്മാർട്ട് ആവണ്ട. കളിക്കുന്നത് ലോ കോളേജിലെ പിള്ളേർക്ക് ഇഷ്ടമാണ്, പക്ഷെ കളിച്ച് ജയിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കാറില്ല. പിടിയാണാളെ.
കുറ്റവാളികളെ ശിക്ഷിക്കാൻ നിനക്കൊക്കെ 5 വർഷം നിയമം പഠിക്കണം. പക്ഷെ ഞങ്ങൾക്ക് വെറും 5 നിമിഷം മതി. മൈൻഡ് ഇറ്റ്. ഓടിച്ചു നുറുക്കിയ കാലുകളുടെ എണ്ണം 27, ചതച്ചരച്ച കൈകളുടെ എണ്ണം 39. അയ്യോ സർ, ഈ കണക്ക് പച്ച കള്ളമാണ്. നമ്മുടെ ക്യാമ്പസിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയവരെ മാത്രമേ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളൂ. ഉപദ്രവിക്കപ്പെട്ട ആളുകളുടെ എണ്ണമല്ല പറഞ്ഞത്, നിഷ്കരണം ആക്രമിക്കപ്പെട്ട ഒരു പറ്റം ബെഞ്ചുകളുടെയും ഡെസ്കുകളുടെയും കണക്കാണ് പറഞ്ഞത്. അതിന് നഷ്ടപരിഹാരമായി 17,367 രൂപയും ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്നവരുടെ ചികിത്സാ ചെലവും കൊടുത്തുകൊള്ളാമെന്ന കരാറിലാണ് നിങ്ങളുടെ ഈ ഭൂമേനിക്ക് പരിക്കേൽപ്പിക്കാതെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത്. അതിനുള്ള പണം നിങ്ങൾ നാളെ തന്നെ ഓഫീസിൽ എത്തിക്കണം. ഇതെന്തൊരു അനീതിയാണ് സാർ. ലോ കോളേജിലെ തെമ്മാടികൾ നമ്മുടെ സ്റ്റുഡൻസിനെ ആക്രമിച്ചപ്പോൾ അവരുടെ മാനം കാത്തുരക്ഷിച്ചത് ഞങ്ങളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ. ഇങ്ങനെ ഒരു ധീരകൃത്യം ചെയ്തതിന് അനുമോദിക്കേണ്ടതിന് പകരം സ്നേഹസമ്പന്നനും നീതിനിഷ്ഠനുമായ സാറ് മണിയടി വേണ്ട, അതിൽ പിഴയുണ്ട്. കഷ്ടമാണ് സാർ. അക്രമവും അനീതിയും കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ നീതിയും നിയമവും നടപ്പാക്കാൻ നീക്ക് ആരാണ് മജിസ്ട്രേട്ടോ? നാളെ തന്നെ ഓഫീസിൽ പണം എത്തിച്ചാൽ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാം അല്ലേ സാർ? പണം എത്തിച്ചില്ലെങ്കിലോ? 15 ദിവസത്തേക്ക് ക്ലാസ്സിൽ കയറ്റുന്ന പ്രശ്നമില്ല അല്ലേ സാർ? അപ്പോ 15 ദിവസം കഴിഞ്ഞ് നമുക്ക് വരാമല്ലേ? അതെ. എന്നാ വരട്ടെ സാർ. ഓക്കെ, നൈസ് ബോയ്സ്. അപ്പോ പണം